പ്രസിദ്ധമായ നെന്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ടും ഇല്ലം നിറയും ചിങ്ങം 1 തിങ്കളാഴ്ച നടക്കും. കാലത്ത് 5 മണിക്ക് മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. തലയെടുപ്പുള്ള 5 ഗജവീരന്മാർ ആനയൂട്ടിൽ അണിനിരക്കുമെന്ന് ക്ഷേത്രസമിതി സെക്രട്ടറി KP കേശവദാസ്, ദേവസ്വം ബോർഡ് ഓഫീസർ AP രാജേഷ് എന്നിവർ പറഞ്ഞു. കർക്കിടകം 1 മുതൽ 31 ദിവസം അന്നദാനവും അതിനോടനുബന്ധിച്ച് കാലത്ത് 9 മണി തൊട്ട് 10 മണി വരെ പ്രസിദ്ധ ആചാര്യനായ മുരളീധരൻ ബെഞ്ചേരിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും ചിങ്ങമാസം 1-ാം തീയതി കേരളത്തിലെ ഉത്സവങ്ങൾ കഴിഞ്ഞളിക്കുന്ന പ്രസിദ്ധമായ 7 ഗജവീരന്മാർ, അതിലൊരു തോട്ടക്കാട്ട് കുഞ്ഞുലക്ഷ്മി എന്ന പിടിയാന ഉൾപ്പെടെ 7 ഗജവീരന്മാർ അണിനിരക്കുന്ന ആനയൂട്ടും നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ ഈ വർഷം ആനയൂട്ട് അരങ്ങേറുകയാണ്. ഈ ആനയൂട്ടിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ഇല്ലം നിറയും നടക്കുകയാണ്. ഇതെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ രവീന്ദ്രൻ അവറുകളാണ്. അതിനുശേഷം പ്രസിദ്ധ കലാകാരൻ പ്രസാദ് നെന്മാറ അവതരിപ്പിക്കുന്ന 35-ലധികം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യവും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ സഹായ സഹകരണങ്ങളും നൽകി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് സഹായിച്ച എല്ലാ ഭക്തജനങ്ങളോടും നന്ദി അറിയിക്കുന്നു. ചിങ്ങം 1-ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ അവർ ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതിനുശേഷം പഞ്ചവാദ്യം കാലത്ത് 10 മണിക്ക് ഇല്ലംനിറ, അതിനുശേഷം അന്നദാനത്തോടു കൂടിയിട്ട് ഈ വർഷത്തെ രാമായണ മാസാചരണം അവസാനിക്കുന്നു. ക്ഷേത്രം മേൽശാന്തി അജു പുതുമനയുടെ നേതൃത്വത്തിലാണ് ഭക്തിസാന്ദ്രമായ ചടങ്ങുകൾ നടക്കുക. 7 മണിക്ക് ഗജപൂജ, 7:30-ന് ആനയൂട്ട്, 10 മണിക്ക് ഇല്ലംനിറ എന്നിവയുണ്ടാകും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 1 മാസമായി നടത്തിവരുന്ന അന്നദാനത്തിനും ഇതോടെ സമാപനമാവും. മംഗലാംകുന്ന് ഉമാമഹേശ്വരൻ, കൂറ്റനാട് വിഷ്ണു, കുറുവട്ടൂർ ഗണേഷ്, ബ്രാഹ്മണി വീട്ടിൽ ഗോവിന്ദൻകുട്ടി, ശങ്കരത്ത് പറമ്പിൽ വിനായകൻ എന്നീ ഗജവീരന്മാരാണ് ആനയൂട്ടിൽ അണിനിരക്കുക. ആനയൂട്ടിനോടനുബന്ധിച്ച് പഞ്ചവാദ്യ കലാകാരൻ നെന്മാറ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഗംഭീര പഞ്ചവാദ്യവും ഉണ്ടായിരിക്കും. UTV ന്യൂസ്, പാലക്കാട്.